നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വീട്ടിൽ നീ താഴെയല്ലേ കിടക്കുന്നത്, ഇവിടെയെങ്കിലും നീ ബെഡിൽ കിടക്ക്. സർ, ഇതാണ് റൂം. ശരി, നോക്കട്ടെ. എന്താ സർ? താനൊന്ന് വന്നേ, സംസാരിക്കാനുണ്ട്. രണ്ടുപേരും വാ, ചോദിക്കട്ടെ. വാ. നിങ്ങൾ എവിടുന്നാ? എന്റെ പേര് ആകാശ്, കുട്ടനാട്ടിൽ നിന്ന് വന്നതാ. എന്തിനു വേണ്ടി? ഒന്നിനു വേണ്ടിയല്ല സർ, ഒരു ട്രിപ്പ് വന്നതാ. സാറിപ്പോ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അറിയണോ? പറയാം. ഇവിടെ പല സ്ഥലങ്ങളിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പെൺവാണിഭം മുതൽ ഡ്രഗ്സ് വരെ. ഇവിടെ ആര് വന്നാലും ഞങ്ങൾ അന്വേഷിക്കും. അതൊരു ഫോർമാലിറ്റിയാണ്. സർ, ഞാനും ഒരു ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യുന്ന ആളാണ്. PWDയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഞങ്ങൾ ചോദിക്കുന്നതിന് കറക്റ്റായി ഉത്തരം തന്നാൽ, നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. മൂന്നാറിൽ വന്നതിന്റെ ഉദ്ദേശം എന്താ? പറഞ്ഞില്ലേ സർ, ട്രിപ്പ് വന്നതാ. ഇതാരാ? എന്റെ ഭാര്യ. ഓക്കെ, ഭാര്യയാണെന്നുള്ളതിന് തെളിവുണ്ടോ? സർ, വിടരുത്. ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ആകാശ്, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഒരു ചോദ്യം പലതവണ റിപ്പീറ്റ് ചെയ്യണോ? ഇവര് നിങ്ങളുടെ ഭാര്യയാണെന്നുള്ളതിന് തെളിവുണ്ടോ? എന്ത് തെളിവാണ് സാർ വേണ്ടത്? ഇവളുടെ കഴുത്തിൽ ഞാൻ കിട്ടിയ താലിയത്. എല്ലാവരുടെയും രീതി ഇതാണ്. 100-500 കൊടുത്തൊരു താലി വാങ്ങി കഴുത്തിലിട്ടിട്ട് ഭാര്യയാണെന്ന് പറഞ്ഞു കൊണ്ടു നടക്കും. അങ്ങനെ കൊടുത്ത് വാങ്ങിയതല്ല സാർ ഈ താലി. അത് ശരിയായിരിക്കാം, പക്ഷെ ഒരു താലി ഒരിക്കലും ഒരു ഭാര്യയാണെന്നുള്ളതിന് തെളിവല്ല മിസ്റ്റർ ആകാശ്. മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക സർ. മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ കയ്യിൽ? ഇല്ല സർ. നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. അപ്പൊ അതും ഇല്ല. ഗവൺമെന്റ് സർവീസിലാണെന്ന് പറഞ്ഞല്ലോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ലേ? ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുക സർ. കല്യാണ ഫോട്ടോ ഉണ്ടോ? അത് വീട്ടിലെ ആൽബത്തിലാണ് സർ. ആൽബത്തിലോ? കല്യാണം ലൈവ് സ്ട്രീമുള്ള കാലമാണ്. ഫോണിലൊരു ഫോട്ടോ പോലും ഇല്ലേ? സാധാരണ കല്യാണ ഫോട്ടോ വാട്സപ്പ് DP ആയി ഇടാറുണ്ടല്ലോ, അതും ഇല്ലേ? പെങ്ങളുടെ ഫോണിൽ വല്ലതും ഉണ്ടോ? ഇല്ല സർ. സർ, കല്യാണ കത്തുണ്ടോ എന്ന് ചോദിക്കും. കല്യാണ കത്തുണ്ടോ ഫോണില്? ഉണ്ട് സർ. എടോ, താൻ എന്താ വിചാരിച്ചത്? ഞാനൊരു കിഴങ്ങനാണെന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. കല്യാണക്കത്ത് കാണിക്കാൻ പറഞ്ഞു, അതല്ലേ ഞാൻ കാണിച്ചത്. തന്റെ പേര് ആകാശ് എന്നല്ലേ? അതെ. കല്യാണക്കത്തിൽ അരവിന്ദ് എന്നാണല്ലോ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് മനസ്സിലായി. സാർ എന്തേ പറയുന്നേ? ഭാര്യ ഭർത്താക്കന്മാരല്ലെങ്കിൽ പിന്നെ എന്താ സാർ ഉദ്ദേശിച്ചത്? ആ അർത്ഥം ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു തരണോ? അത് തന്നെ. സർ, മതി സർ, ഇനി ഇങ്ങനെ സംസാരിക്കരുത്.
പോലീസ് ആണെന്ന് വെച്ച് ആരോടെ എന്തും പറയാന്നാണോ? സാറിന് ഡിഗ്രി ഇല്ലാതെ ഈ ജോലി കിട്ടില്ലല്ലോ. അത്രയെങ്കിലും പഠിച്ചതിന്റെ സംസ്കാരം കാണിക്കണം സാർ. ഹലോ, നിർത്ത. എന്താ സാർ, ദേഷ്യം വന്നോ? സാറിനെ പറഞ്ഞപ്പോ കൊണ്ടുവല്ലേ? അതുപോലെ തന്നെയാ സാർ ഞങ്ങൾക്കും. ചുമ്മാ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൈകെട്ടി നിന്ന് ഉത്തരം പറയാൻ പറ്റില്ല. സാർ പ്ലീസ് ഒന്ന് പോയി തരാമോ? ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയണം. ഞങ്ങൾ എന്തിനു മറുപടി പറയണം? ഇത് എന്റെ ഭർത്താവാ, എന്റെ അമ്മാവന്റെ മകൻ, എന്റെ മോർച്ചർക്കൻ. നാട്ടുകാരെ നോക്കി നിൽക്കെ എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവ്. ആ ഞങ്ങളോടാണോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അതിന് ഞങ്ങൾ മറുപടി തരണോ? ഇനി ഞങ്ങളെ പറ്റി ഒരു വാക്ക് പറഞ്ഞ എന്താ നടക്കാന്ന് സാർ ആലോചിച്ചോ? സമാധാനമായിട്ട് സംസാരിക്കും. അതെങ്ങനെയാ കുച്ചേട്ടാ? ചുമ്മാ കയറി വന്ന് ഓരോന്ന് ചോദിച്ചാ എങ്ങനെ മറുപടി കൊടുക്കാനാ? ശരി ഏതാ തെറ്റേതാന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഇവരൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കുക. പെങ്ങളെ വേണ്ട. സാർ, കുട്ടനാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാ ഞാൻ. ഇതെന്റെ ID കാർഡ്. എന്റെ അച്ഛൻ ബാലേന്ദ്രൻ റിട്ടയർഡ് ഹെഡ്മാസ്റ്ററാ. വെളിയനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. നാട് മുഴുവനും ബഹുമാനത്തോടെ ബാലമാഷ് എന്ന് വിളിക്കും. ആ ബാലമാഷിന്റെ മകനാ ഞാൻ. ഇതെന്റെ ഭാര്യ ചാരുലത. സാർ, ഇതിൽ കൂടുതൽ എന്നെ പറ്റി അറിയണമെങ്കിൽ ഞാൻ എന്റെ അഡ്വക്കേറ്റിനോട് വിളിക്കാൻ പറയാം. അക്കുചേട്ടാ വേണ്ട, നമുക്ക് പോവും കുട്ടനാട്ടിലോട്ട്. ഇവരെ പേടിച്ച് നമ്മളെന്തിനു പോണം? ഞാൻ അഡ്വക്കേറ്റിനെ വിളിക്കാം. വേണ്ട അക്കുചേട്ടാ, നമുക്ക് പോവാം. എനിക്ക് എന്തോ പോലെ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക അക്കുചേട്ടാ. സർ, ഇത്രയും മതി. അവര് നാട്ടിലേക്ക് പൊയ്ക്കോളും. ആകാശ്,